അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ വെച്ച് നടത്തുന്ന വൈകുണ്ഠാമൃതത്തിന്റെ മുന്നോടിയായി ഇരിങ്ങാലക്കുട മേഖലയിൽ സാന്ദ്രാനന്ദം നാരായണീയ പാരായണം നടന്നു. വിഷ്ണു സഹസ്രനാമത്തോടുകൂടി തുടങ്ങിയ പാരായണത്തിൽ നരസിംഹാവതാരം, ശ്രീരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, കാളിയമർദ്ദനം, ഗോവിന്ദ പട്ടാഭിഷേകം, കൃഷ്ണ രുക്മിണി പരിണയം, കുചേലഗതി, സന്താനഗോപാലം എന്നീ ഭാഗങ്ങൾ അവതരിപ്പിച്ചു. പാരായണത്തിന് ജയശ്രീ ശിവരാമൻ, ഇന്ദിര കുര്യക്കാട്ടിൽ, ചന്ദ്രിക രാജു, ലളിതാംബാൾ, വിനീത ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മുരുക ഉപാസകനും ലയൺ മയൂര റോയൽ കിങ്ഡം ക്യാപ്റ്റൻ രജിത് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ഭാരവാഹികളായി ജിത ബിനോയ്, സന്തോഷ് ചെറാകുളം, ജനാർദ്ദനൻ കാക്കര, റോളി ചന്ദ്രൻ, സുമേഷ് VS, രുദ്രൻ വാര്യർ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടാവുകയോ അത്രത്തോളം ഭഗവാനിലേക്ക് നിങ്ങൾ അടുക്കുക. ഭഗവാന്റെ ആളുകളായിട്ട് നമ്മൾ മാറും. ഭക്തര് നമ്മളിലൂടെ ഭഗവാൻ പ്രവർത്തിക്കും. അതെല്ലാം കൂടിച്ചേരുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ അറിവുള്ളവനെന്നോ ഒന്നും പ്രസക്തിയില്ല. ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ ഏറ്റവും ആത്മാർത്ഥമായി വിളിക്കുന്നത് ആരോ അവന്റെ മുമ്പിലാണ് ഭഗവാൻ വരിക. അത് എല്ലാ വേദവും പഠിച്ചു നിൽക്കുന്ന ആളുടെ മുമ്പിലാവാം, ഒരു വേദം അറിയാമോ ഒന്നും അറിയാതെ നിൽക്കുന്നവരെയാകാം. കാരണം ആ വിളിയുടെ ആത്മാർത്ഥതയാണ് നമ്മുടെ പ്രസക്തി. അങ്ങനെ ആത്മാർത്ഥമായി വിളിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെല്ലാവരും എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങളുടെ വിളികൾ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥത, ആ സ്നേഹം ഭഗവാന് മനസ്സിലാവുകയും ഭഗവാന്റെ അനുഗ്രഹ വർഷങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടട്ടെ എന്ന് സത്യം പറഞ്ഞ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.